ഡോക്ടർ കൺസൾട്ടേഷന് പോകുമ്പോൾ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ കിട്ടാറുണ്ട്. അതിൽ നമുക്ക് വേണ്ട ഡ്രഗ്സും പിന്നെ ചില ടെസ്റ്റുകളും ഉണ്ടാകാറുണ്ട്. ചിലത് ബ്ലഡ് ടെസ്റ്റുകളും ചിലത് യൂറിൻ ടെസ്റ്റുകളും ആവാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ട് ഡോക്ടർ എഴുതുന്ന ചില ടെസ്റ്റുകളാണ്. ഹലോ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. നമ്മളെ ബ്ലഡിന് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ അനീമിക് ആണോ എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് CBC. ഇത് 4 പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്: ഹീമോഗ്ലോബിൻ, RBC, WBC, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്. കൊളസ്ട്രോൾ. നമ്മുടെ ബ്ലഡിലെ ഫാറ്റിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് കൊളസ്ട്രോൾ ടെസ്റ്റ്. കൊളസ്ട്രോൾ 2 തരത്തിലുണ്ട്: നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. LDL കൊളസ്ട്രോൾ ആണ് ദോഷകരമായ കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ ആണ് നല്ല കൊളസ്ട്രോൾ. ക്രിയാറ്റിനിൻ. നമ്മുടെ കിഡ്നി എത്രമാത്രം നന്നായി പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ക്രിയാറ്റിനിൻ ടെസ്റ്റ്. ശരീരത്തിൻ്റെ തന്നെ അമിനോ ആസിഡ്സിൽ നിന്ന് ശരീരം മസിൽസ് ഉണ്ടാക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഈ ക്രിയാറ്റിനിൻ. ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ക്രിയാറ്റിനിൻ ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് അത് യൂറിൻ വഴി പുറന്തള്ളപ്പെടുന്നു. FBS, PPBS ആൻഡ് RBS. FBS എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. PPBS എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. RBS എന്ന് പറഞ്ഞാൽ റാൻഡം ബ്ലഡ് ഷുഗർ. ഇതിൽ FBS ചെയ്യാൻ 10 to 12 hours ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് അത്യാവശ്യമാണ്. PPBS എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രാൻഡിയൽ, അതായത് ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ്. RBS എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡൺ എനി ടൈം, ഏത് ഡേയിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഭക്ഷണത്തിന് മുന്നേ വേണമെങ്കിലും ചെയ്യാം, ശേഷം വേണമെങ്കിലും ചെയ്യാം, ഏത് ടൈം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ALP ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഇത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഒരു പാർട്ടാണ്. പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇതിൻ്റെ വാല്യൂസിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലിവർ, ഗോൾ ബ്ലാഡർ ആൻഡ് ഇൻറ്റസ്റ്റൈന് പ്രോബ്ലം ഉണ്ടെന്നാണ് അർത്ഥം. ബിലിറുബിൻ. 120 ദിവസം കൂടുമ്പോൾ നമ്മളെ RBC സെൽസ് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഈ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പിഗ്മെൻ്റ് ആണ് ഈ ബിലിറുബിൻ. ഇൻഡയറക്റ്റ് ബിലിറുബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ നേരെ ലിവറിലേക്ക് പോയി അവിടുന്ന് പുറത്തേക്ക് വരുന്നതാണ് ഡയറക്റ്റ് ബിലിറുബിൻ അഥവാ കോൺജുഗേറ്റഡ് ബിലിറുബിൻ. ഇത് നേരെ ഗോൾ ബ്ലാഡറിൽ എത്തും. നമ്മുടെ ബ്ലഡിലെ ബിലിറുബിൻ്റെ അളവ് അറിയാൻ ചെയ്യുന്ന ടെസ്റ്റാണ് ബിലിറുബിൻ ടെസ്റ്റ്. ഇത് ജോണ്ടിസ്, അനീമിയ, ലിവർ ഡിസീസ് എന്നിവയെല്ലാം ഡയഗ്നോസിസ് ചെയ്യാൻ ഉപയോഗിക്കും. HbA1c ഡയബറ്റിസ് മെലിറ്റസിൻ്റെ മോണിറ്ററിംഗ് ടെസ്റ്റാണ് FBS, PPBS, പിന്നെ RBS. HbA1c 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ നോക്കാനുള്ള ടെസ്റ്റാണ്. ഇതിന് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. അതിനോടൊപ്പം ബ്ലഡിലെ ബിലിറുബിൻ്റെ ലെവൽ അറിയാനും ലിവർ എൻസൈംസിൻ്റെ അളവ്, അതായത് SGPT, SCOT ഒക്കെ അറിയാനും ബ്ലഡിൻ്റെ പ്രോട്ടീൻ്റെ അളവ്, അതായത് ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. ഇത് 4 പാരാമീറ്റേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുന്നത്: ടോട്ടൽ കൊളസ്ട്രോൾ, LDL ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, VLDL വെരി ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, HDL ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ഇതിൽ ടോട്ടൽ കൊളസ്ട്രോളും HDLും ഗുഡ് കൊളസ്ട്രോളും LDLും VLDLും ബാഡ് കൊളസ്ട്രോളുമാണ്. RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. കിഡ്നിയുടെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് RFT. നമ്മുടെ കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഫിൽട്ടറിങ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മിനറൽസ് എല്ലാം എടുത്ത് വേസ്റ്റ് മെറ്റീരിയൽ യൂറിനായി എക്സ്പെൽ ചെയ്യുന്നതാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ. കിഡ്നി ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് RFT ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് 3 കാര്യങ്ങളാണ്: യൂറിയ, ക്രിയാറ്റിനിൻ ആൻഡ് യൂറിക് ആസിഡ്. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടെസ്റ്റുകൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ടെസ്റ്റുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ദയവേത് കമൻറ്റ് ബോക്സിലിടുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.